പിന്നെ ടിനിച്ചേട്ടാ, ഇപ്പൊ നമ്മുടെ ഈ ഒരു സിനിമ ഇൻഡസ്ട്രിയിൽ ഉയർന്നു വരുന്ന ഒരുപാട് ചോദ്യങ്ങൾ കേട്ട് കാണും. എങ്കിലും ഇപ്പോൾ ഉയർന്നു വരുന്ന ഈ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ ഡ്രഗ്സിനെ കുറിച്ചാണെങ്കിലും കുറേ കാര്യങ്ങൾ. അപ്പോൾ ടിനിച്ചേട്ടന് അതിന് തുറന്നു പറച്ചിലുകൾ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. ടിനിച്ചേട്ടൻ്റെ ഒരു ഭാഗത്തു നിന്നുള്ളൊരു ഒപ്പീനിയൻ എന്തായിരിക്കും ഇതിനെക്കുറിച്ച്? ഞാൻ പോലീസ് ഡേയിലാണ് SP ജീവിതത്തിലല്ല. നമുക്ക് അതിൽ ഒരു ആക്ഷൻ എടുക്കാനും പറ്റൂല. നമ്മുടെ ഒരു സൈഡിൽ നിന്നുള്ള നമ്മുടെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. എല്ലാ ദിവസവും ഞാനിത് ആവർത്തിച്ച് പറയേണ്ട ആവശ്യമില്ല. എങ്കിലും അമ്മ എന്ന് പറയുന്ന സംഘടനയെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരാൾ, അഡ്ഹോക് കമ്മിറ്റിയാണ്. നമുക്ക് ഓഫീസ് വർക്ക് ചെയ്യാൻ മാത്രമേ അനുവാദമുള്ളൂ. വ്യക്തിപരമായിട്ടൊരു സ്റ്റേറ്റ്മെന്റ് പോലും കൊടുക്കാൻ പാടില്ല എന്നാണ്. പക്ഷെ ചില ആൾക്കാർ വ്യക്തിപരമായിട്ട് കൊടുക്കാറുണ്ട്. അല്ല, നമ്മൾ നീതിയുടെ ഒപ്പം നിൽക്കുന്ന ആൾക്കാരാണല്ലോ. നമ്മളിപ്പോൾ ഞാനിത് 7ാമത്തെ വർഷമാണ് എക്സിക്യൂട്ടീവ് മെമ്പറായിട്ട്. അപ്പോൾ അതൊരു നമ്മുടെ ഒരു ഗുഡ് വില്ല് കൊണ്ടാണ്. നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും ദുശ്ശീലോ ദുസ്വഭാവം ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഒഴിവാക്കിയേനെ. അപ്പോൾ ലാലേട്ടൻ നേതൃത്വം കൊടുക്കുന്ന ഒരു സംഘടനയിൽ 17 പേരിൽ ഒരാളാണ്. അപ്പോൾ ഇതിനെ കുറിച്ച് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുകൊണ്ട് വെറുതെ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മുടെ സ്റ്റാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഇരയായിട്ടുള്ള കുട്ടി നമുക്ക് കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. ആ പേര് പോലും നമ്മൾ പുറത്ത് പറഞ്ഞിരുന്നില്ല ആളുടെ. പക്ഷെ വേറെ ഏതോ സംഘടന അത് പുറത്തു വിട്ടു. പിന്നെ ചെയ്ത ഇതിൽ കുറ്റകൃത്യത്തിൽ പെട്ടിരിക്കുന്ന ആള് നമ്മുടെ മെമ്പറാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒപ്പം സിനിമ ചെയ്തിട്ടുള്ളതാണ്. എനിക്കൊരു ബുദ്ധിമുട്ടും ഇപ്പം 2-3 ഇപ്പം പെരുങ്കളിയാട്ടം എന്ന് പറഞ്ഞ സിനിമയിലും ശുക്രൻ എന്ന് പറഞ്ഞ സിനിമയിലും ഞങ്ങൾ കോമ്പിനേഷൻ ഉണ്ടായിരുന്നു.